ആണ്ടുന്നിങ്ങോട് വന്നു, അങ്ങുന്നിന്റെ കരളിൽ കസേരിട്ട് അങ്ങോട്ട് ഇരുന്നു. ഓ, നമ്മളെ സച്ചിന്റെ കാര്യല്ലേ? ആഫീസിലെ കാര്യങ്ങൾ ഒരു ഏൽപ്പിക്കണോന്നാ കേട്ടെ. ആരെങ്കിലും ജീവിച്ചു പോട്ടടോ. നമ്മൾ ഈ കയ്യും കാലിട്ടും വാഴുന്നത് നമ്മളെ നിലനിൽപ്പിന് വേണ്ടിയിട്ടല്ലേ. എത്ര ഭാര്യാലും വിധിച്ചേ കിട്ടുള്ളൂ. അല്ല, ഞാൻ കണ്ടിടത്തോളം നാളെ ഉഷാറാണ്. എന്തേ? പൂരപ്പറമ്പിൽ പട്ടി കുടുങ്ങി പോലെയാ ഇപ്പോ എന്റെ ഇവിടുത്തെ ഒരവസ്ഥ. അങ്ങോട്ടും ഓടിയിട്ടും രക്ഷയില്ല, ഇങ്ങോട്ടും ഓടിയിട്ടും രക്ഷയില്ല. നിങ്ങക്ക് രക്ഷപ്പെടാൻ ഒരൊറ്റ ഭയമുള്ളൂ, ഈ തീറ്റ. ഷുഗറും പ്രഷറൊക്കെ ജാസ്തി ആവുന്നുണ്ട് കേട്ടോ. ഓരോരുത്തരുടെ ആയുസ് 4ാമത്തെ മാസത്തിൽ അവനവന്റെ തലയിൽ വരയ്ക്കുന്നുണ്ട് പടച്ചോ. പഴർച്ചും വല്ലതും തിന്നിട്ട് അത് മാഞ്ഞു പോവാണെങ്കിൽ പടച്ചോ പിന്നെ എന്തിനാണോ ഈ പണിക്ക് നിൽക്കുന്നത്? തിന്നോളി. ഇന്നിപ്പോ ഇത് എത്രാമത്തെ തവണയാ? വല്ലപ്പോഴും ഒരല്പം മാത്രം തിന്നണതല്ലേ. നടക്കട്ടെ നടക്കട്ടെ. മിസ്റ്റർ കുട്ടി, ഫിഷ് പർച്ചേസ് ചെയ്യാൻ കാശ് വാങ്ങിച്ചോ? അല്ല, നമ്മളെ ബാപ്പക്ക് മീൻ കച്ചവടം. What do you mean? നിങ്ങൾ മീനും കിടന്ന് മരിക്കണ്ട്. ആ വൗച്ചറും കൊണ്ട് ഇനി ഒപ്പിട്ടുതരാം. ഓൾക്ക വൃത്തികെട്ട. മേലിൽ ഞാൻ അറിയാതെ ലോക്കൽ പർച്ചേസിംഗ് വേണ്ട. മീൻ വാങ്ങിയാലൊരു വൗച്ചർ, അത് കൂട്ടാൻ വെച്ച ഒരു വൗച്ചർ, ഇനി അത് തിന്നാൻ വേറെ വൗച്ചർ വേണം. ഇതാ, ഒരു പണിയും ചെയ്യാണ്ട് തൊപ്പിയും കുപ്പായോട്ട് വെറുതെ നടന്ന് തിന്നവർക്ക് വൗച്ചർ വേണ്ടി വരും. ഈ സ്ഥാപനത്തിന് എന്നെ വേണ്ട, ഞങ്ങൾ പറഞ്ഞു വിട്ടേക്ക്. ആര് പിടിച്ചു വെച്ചിരിക്കണു? പോക്കൂടെ അയ്യാക്ക. എന്റെ അമ്മേ കുട്ടി നാരായണ, നാരായണ, പോയില്ല. ഒന്ന് നിയന്ത്രിക്കണോ? എനിക്ക് ഹാർട്ടും ഷുഗറും പ്രഷറും ഒക്കെ ഉള്ള എല്ലാം കൂടി തലയിലേക്ക് അങ്ങോട്ട് കയറും.